ഹലോ ഗെയ്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു അവിൽ വിളയിച്ചത് ഉണ്ടാക്കിയാലോ. ഇത് മാസങ്ങളോളം കേടാൻ വേണ്ടി നിൽക്കിട്ടോ, കൂടാതെ തിന്നാനോ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ടൊരു ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലൊന്ന് ഇളക്കി മുരിച്ചെടുക്കണം. അങ്ങനെ ഇത് ഏകദേശം ഇത് ചെറുതായിട്ടൊക്കെ മൊരിഞ്ഞ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് എന്താക്കാം, അവിലിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ വറുത്ത അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളത് വറുക്കാത്ത അവിലാണെങ്കിൽ ഒന്ന് ആദ്യം വറുത്തെടുക്കണം, എന്നിട്ട് തേങ്ങ വറുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ വറുത്തതായതിനെ കൊണ്ട് കുറച്ച് ടൈമേ ഇതൊന്ന് വറുത്തെടുക്കണുള്ളൂ. ഇത് നല്ലൊന്ന് ആ തേങ്ങയൊക്കെ മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ ഇതാ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശമൊക്കെ നല്ലൊന്ന് മൊരിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര മതിയാവും. ഇനി നമുക്ക് എന്താക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ഇതിനായിട്ട് ഒരു 2 അച്ച് ശർക്കര എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ശർക്കര ഇവിടെ നല്ല മെൽറ്റായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവിലിൻ്റെ എന്താക്കുക, നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. എന്നിട്ട് എന്താക്കുക, ഉരുക്കി വെച്ച ആ ശർക്കര അല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് ഒഴിക്കണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഇളക്കിയെടുക്കണം, വേഗത്തിൽ ഇളക്കണം. ഈ ശർക്കര ഒഴിച്ചതിനെ കൊണ്ട് കട്ട പിടിക്കാണ്ട് നോക്കണം. അപ്പോൾ ഇതെന്താക്കുക, വേഗത്തിലൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് എന്താക്കുക, ഒരു 4 ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ എന്താക്കുക, ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനത്തെ നല്ല പോലെ ഇളക്കി കൊടുത്ത് ശർക്കരപ്പാനിയൊക്കെ ഇതാ മൊത്തത്തിൽ എല്ലായിടത്തും എത്തിയിരിക്കുന്നത്. നമ്മളിങ്ങനെ അടുപ്പിച്ച് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് കട്ട കുത്താണ്ട് കറക്റ്റായി കിട്ടും കേട്ടോ. ഇതൊന്ന് തോമ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇത് അവിടെ ഒരു ചട്ടി വെച്ചിരിക്കുന്നത്. അതിലേക്ക് എന്താക്കുക, 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 5-6 കാഷ്യൂനട്ട് എന്താക്കുക, ഒന്ന് ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഏകദേശം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് എന്താക്കുക, ഒരു 1/2 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല അധികം അങ്ങോട്ട് തൂമ്പിച്ചെടുക്കണ്ട, ഒരു 2-3 മിനിറ്റൊക്കെ തൂമ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ പൊട്ടുകടല അവിടെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തായി, കുറച്ചൊക്കെ ഒന്ന് വെന്ത് വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് എന്താക്കാം, കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ എന്താക്കാം, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇതെല്ലാം നല്ല പോലെ മൂത്ത് വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എന്താക്കാം, നമ്മൾ വറുത്ത് വെച്ച അവിലില്ലേ തേങ്ങയൊക്കെ ഇട്ട്, അതിലേക്ക് ഇത് മുഴുവനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അത്യാവശ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇത് അതേപോലെ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ അവിൽ വിളയിച്ചത് ഇവിടെ റെഡിയായി വന്നിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് അടച്ചുറപ്പുള്ള ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചാൽ ഇത് മാസങ്ങളോളം കേടാവാണ്ട് നിൽക്കും. ഇത് കഴിക്കുന്നതോ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.